സിനിമയ്ക്ക് ഓൾറെഡി ഒരു ദിലീപ് ഉണ്ട്, ഇനി വേറൊരു ദിലീപിന് ആവശ്യമില്ല. എത്ര വയസ്സിന് വ്യത്യാസമുണ്ട് നിങ്ങൾ തമ്മിൽ? 5 വയസ്സിന് 5 വയസ്സിന് 5 വയസ്സിന്. ഇപ്പൊ എന്നേക്കാളും നിൽക്കാ. അയ്യോ അങ്ങനൊന്നുമില്ല. ഏറ്റവും ഞാൻ കണ്ട് ചിരിച്ചത് ബാബുസ്വാമിയുടെ വീഡിയോ ആണ്. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ് അവളുടെ വീട്. കൊച്ചിനെ പോലെ പറയുന്നവരാ. അന്നിട്ട് കാണാറുണ്ടെങ്കിൽ അങ്ങനെ നോക്കാറില്ല. പിന്നെ സുപ്രഭാതത്തിൽ അങ്ങോട്ട് പെട്ടെന്ന് ഇഷ്ടം തോന്നിപ്പോയി. എന്നിട്ട് തിരിച്ചപ്പോഴാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. തിരിച്ച് ശരിക്കും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മേനെ ചേട്ടൻ വരച്ച വരയിൽ നിർത്താൻ, അമ്മേനെ പീഡിപ്പിച്ച് നിർത്താൻ. അങ്ങനെയൊന്നല്ല. എന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം. ഞാൻ വരാൻ അമ്മേനെ പീഡിപ്പിച്ച് നിർത്തും. പുറത്ത് പോകുമ്പോഴാലും ആൾക്കാര് ചിലപ്പോ നമ്മുടെ ശബ്ദം കേട്ട് ചേട്ടൻ മറ്റേ വീഡിയോ ചെയ്യുന്ന ചേട്ടനല്ലേ നമ്മൾ തിരിഞ്ഞേക്കാൻ ശബ്ദം കേട്ട് വന്നിട്ട് പല അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അവരുണ്ട്, പിന്നെ ജിജിൻ ദൃശ്യ, പിന്നെ പ്രതീഷ്, ശ്രീരാഗ്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കപ്പിൾസ് ഒക്കെ ആയിട്ട് ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ വിളിക്കുക അജീഷും മല്ലു കപ്പിൾസ്, അജീഷാണ് വിളിക്കുക. സാമ്പാർ വെക്കണോ, മീൻ വെക്കണോ, തോരൻ വെക്കണോ, ചിക്കൻ വെക്കണോ, എല്ലാം അറിയാം. എന്തോ കുത്തി പറയുന്ന പോലെ അല്ലേ? കുത്തുന്നില്ലല്ലോ, കുത്താൻ പോകുന്നല്ലോ. ഇപ്പൊ അങ്ങനെയാ. പണ്ട് ബോധമില്ലാത്ത സമയത്ത് പല മണ്ടത്തരങ്ങളും പറ്റിയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത എന്ത് ബാഡ് ഹാബിറ്റ് ആയാലും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മുടെ വീഡിയോ കൂടെ നമ്മൾ പുറത്തു പോകരുതെന്ന് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് പമ്പയിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇരുമ്പിക്കെട്ടൊക്കെ വെച്ചിട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി നീ മലയ്ക്ക് തന്നെയാണല്ലോ. ഭയങ്കര ഇതായിരുന്നു. അയ്യപ്പനെ കണ്ട് അനുഗ്രഹം തിരിച്ച് പമ്പയിൽ വന്നപ്പോ ഞാൻ കൊടുത്തു. എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. എന്തോ എന്താന്നറിയില്ല. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. Yes! Oxygen year-end sale. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് ഞാൻ ഉള്ളത് അമ്പാടി റോക്സിന്റെ വീട്ടിലാണ്. അമ്പാടി ആൻഡ് ലച്ചു, വെൽക്കം. താങ്ക് യു. അപ്പൊ കുറെ പേരുടെ ഒരു കൺഫ്യൂഷൻ ആണല്ലേ, ആരാണ് അമ്പാടി? മോനാണോ അച്ഛനാണോ അല്ലെ? ഈ കൺഫ്യൂഷൻ തീർത്ത് മടുത്തോ? സത്യം എവിടെ ചെന്നാലും ചോദിക്കണ ചോദ്യാ, അമ്പാടി ആരാ, മോനാണെന്നുള്ള മൈൻഡിലാണ് എല്ലാരും ചോദിക്കുക. പക്ഷെ സത്യത്തിൽ അമ്പാടി ഇതാ. ഇത് പറഞ്ഞ് ഞാൻ മടുത്തു. പിന്നെന്താ നമ്മുടെ ബയോയിൽ എന്താ? പാച്ചു, ലച്ചു, കിച്ചു പോരാ? കിച്ചു ഞാൻ തന്നെയാ. എന്നെ അവള് സ്നേഹിക്കുന്ന സമയത്ത് വിളിച്ചോണ്ട കിച്ചു. മോനാണോ പാച്ചു? പാച്ചു മോൻ. എന്തി മോൻ എവിടെ? എന്നിട്ട് എക്സാം ഉണ്ട്. അപ്പൊ എക്സാമിന്റെ ഒക്കെ തിരക്കുകളൊക്കെയാണ്. ഇംഗ്ലീഷ് എക്സാം ആണ്. അയ്യോ, ഇന്നലെ മാത്സ്. അച്ഛനാണല്ലോ ടെൻഷൻ കൂടുതല്. കഴിഞ്ഞ എക്സാമിന് മാർക്ക് കുറവായിരുന്നു. അപ്പൊ അത് കാരണം ഇനിയിപ്പോ പഠിത്തം കുറച്ച് കുറവാ. ആണ്. വീഡിയോയിലാണോ? വീഡിയോ കൂടുതലാണ്. നമ്മളിവിടെ വന്നപ്പോഴും കണ്ടിരുന്നു കൊറേ മറ്റേ ഹോട്ട് വീൽസിന്റെ കളക്ഷൻസ്. ഞാൻ വിചാരിച്ച ചേട്ടന്റെ ആയിരിക്കും. അല്ല, എനിക്ക് വണ്ടികളോട് ഭയങ്കര റേസാ. നമ്മുടെ വണ്ടിയിലുണ്ട്, കുഞ്ഞ്. അതുപോലെ അവനും ഭയങ്കര റേസാ വണ്ടികളോടുള്ളത്. അതെ. ഈ അമ്പാടി റോക്സ് എന്നുള്ള പേര് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇട്ടതാണോ അതോ? യൂട്യൂബ് ചാനലല്ല, ഞങ്ങള് ആദ്യം ദഫ് മാഷ് ആ സമയത്ത് തുടങ്ങിയതാ. അപ്പോ പേര് ഇങ്ങനെ ഇത്രക്ക് ക്ലിക്കാവും അങ്ങനെ ആവുന്ന് വിചാരിച്ചിട്ടല്ല, എന്തെങ്കിലും ഒരു പേര് ഇടണല്ലോ. അപ്പൊ എന്റെ പേര് ഇടാടിന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത് ചേട്ടനായിരുന്നു വീഡിയോസ് ചെയ്തിരുന്നത്. ഞങ്ങൾ അങ്ങനെ കപ്പിളായിട്ടുള്ള വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ചേട്ടന്റെ പേരിനോട് അങ്ങനെ ചേർത്തി ഒരു റോക്സ് ഒന്നും കൂടി ചേർത്ത് ഇട്ടുന്നുള്ളൂ. പിന്നെയാണ് നമ്മളിങ്ങനെ ഫാമിലി വീഡിയോസിലേക്കും കപ്പിൾ വീഡിയോസിലേക്കും അങ്ങനെ മാറിയത്. പിന്നെയാ അപ്പോഴേക്കും ആ പേര് അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പൊ പിന്നെ മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതന്നെ തുടർന്നു പോകുന്നു. ഈ ഒരു 1 മില്യൺ ഫാമിലി ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തിരുന്നോ തുടങ്ങുന്ന? ഒരിക്കലും. അതാ പറഞ്ഞ ഞങ്ങള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പേര്, എന്തെങ്കിലും ഒരു പേര്. എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്, അഭിനയിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ എന്തെങ്കിലും അന്ന് പണ്ടും ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പോയി നോക്കി നിൽക്കും, ഷൂട്ടിംഗ് ആണെങ്കിൽ അവിടെ നിൽക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഇതിലേക്ക് വരും എന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ഇത് വന്നപ്പോ ഇവളുടെ ഫ്രണ്ട് അമ്മോണ് പറഞ്ഞത് ഇങ്ങനൊരു ഇതുണ്ട്, ചേട്ടനോട് വീഡിയോ ചെയ്യാൻ തുടങ്ങാൻ പറയും. അപ്പൊ അങ്ങനെ വെറുതെ ഇങ്ങനെ ഫ്രെയിമൊക്കെ വെച്ച് ഡയലോഗൊക്കെ പറഞ്ഞ്
അങ്ങനെ ചെയ്തു തുടങ്ങിയതാ. ഇപ്പൊ എത്ര നാളായി? കൊറേ കൊല്ലായിണ്ട്. 2016, 17, 10 വർഷം ആവാറായി. 10 വർഷം. ടിക്ടോക്ക് മുതലല്ലേ? ടിക്ടോക്കിന് മുമ്പ് ടിക്ടോക്ക് വരുന്നതിന് മുമ്പ് മ്യൂസിക്കലേക്ക് ഉണ്ടായിരുന്ന ടൈമില് അന്ന് മുതലേ. അതെ, ഞാൻ നോക്കിയപ്പോ കൊറേ ദിലീപേട്ടന്റെ വീഡിയോസ് ഒക്കെ ദിലീപേട്ടന് ഭയങ്കര ഫാനാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ലാലേട്ടനെയാണ്. പക്ഷെ ദിലീപേട്ടന്റെ വീഡിയോസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതെ, മീശ മാധവൻ അങ്ങനെയുള്ള പടങ്ങൾ റീക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ മീശ മാധവൻ ചെയ്തിട്ടുണ്ട്. പട്ടണത്തിൽ ഭൂതമല്ല, പട്ടണത്തിൽ സുന്ദരൻ റീക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് ദിലീപേണ്ട എക്സ്പ്രഷനും അതൊക്കെ മാനേഴ്സ് ഒക്കെ അങ്ങനെ വന്നു തുടങ്ങിയപ്പോ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. സിനിമയ്ക്ക് ഓൾറെഡി ഒരു ദിലീപ് ഉണ്ട്, ഇനി വേറൊരു ദിലീപിന് ആവശ്യമില്ല. അപ്പൊ അത് പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു മാനറിസംസ് വരാൻ തുടങ്ങി ആരാ പറഞ്ഞത്? അതിപ്പോ കമന്റുകൾ വരും. പിന്നെ അത് ഞാൻ ഓൺ വോയിസ് ചെയ്യുമ്പോ തന്നെ നമ്മുടെ മാനറിസങ്ങളും ചിരികളും എക്സ്പ്രഷൻസും ഒക്കെ അതേപോലെയൊക്കെ വന്നു തുടങ്ങി. അപ്പൊ പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. ലച്ചുവിന് ഫീൽ ചെയ്യാൻ തുടങ്ങിയോ? ഞാൻ പറഞ്ഞത് നമുക്ക് നിർത്ത കമന്റ് ഇങ്ങനെ കൊറേ വന്നപ്പോ എന്ത് വീഡിയോ ചെയ്താലും ഇപ്പൊ ഈ ദിലീപിന് അല്ലാത്ത എന്ത് വീഡിയോ ചെയ്താൽ കൂടി അതിൽ കമന്റ് ദിലീപ് ഏട്ടന്റെ പോലെ ഉണ്ട്, ദിലീപ് ഏട്ടന്റെ സാമ്യമുണ്ട്, വോയിസ് വരെ സാമ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചിലപ്പോ തോന്നണതായിരിക്കും ആളുകൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ചേട്ടൻ ഈ ഫിലിമിലേക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൈമില് അത് ചിലപ്പോ ഒരു ബാധ്യതയായിരിക്കാം. ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോ സന്തോഷം തോന്നും, ദിലീപിന്റെ പോലെ ഉണ്ടെന്ന് പറയുമ്പോ സന്തോഷം തോന്നും. പക്ഷെ അത് ഒരു ആക്ടിംഗ് എന്നുള്ളൊരു കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോ അതൊരു ബുദ്ധിമുട്ടാവാന്ന്. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു നമുക്ക് പതുക്കെ അതിലേക്ക് നിർത്താം. എന്നിട്ട് ഇപ്പൊ തീരെ ചെയ്യാണ്ടാക്കി ദിലീപിന്റെ ക്യാരക്ടറുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസോ കാര്യങ്ങളൊക്കെ നിർത്തലാക്കി. അതെ, ഈ അടുത്തൊരു വീഡിയോ മീശ മാധവന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു പാച്ചുമോന്റെ ഒരു ആൽബം വരുന്നുണ്ട്, ബാലസ്വരൂപ് എന്ന് പറഞ്ഞിട്ട്, അവണങ്ങാട് വിഷ്ണുമായുടെ. അപ്പൊ അതിന്റെ ഷൂട്ടിന് പോയപ്പോ നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അഭയ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു. സൈക്കിളിന്റെ ഫ്രണ്ടിൽ മനഃപൂർവ്വം ചൂസ് ചെയ്തതാണോ? എനിക്ക് അവൻ ദിലീപ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓൾറെഡി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട്. സിനിമയിലോട്ട് പോവാനുള്ള പരിശ്രമങ്ങളൊക്കെ എവിടെ വരെയായി? സിനിമ ചെയ്തു വരണം. ഒരു പടി ഞങ്ങൾ കേറി ഒരു പടി അത് വൺ സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് സിനിമയിലേക്ക് ചെയ്ത് ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് എന്ത് നേടിയെന്ന് ചോദിക്കാൻ ഒരു സീനിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കിട്ടി. അതാണ് ഭയങ്കര സക്സസ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഞാനിങ്ങനെ കാസ്റ്റിങ്ങിന് ഇൻസ്റ്റയില് കണ്ടിട്ട് അയച്ചു കൊടുത്ത് ആദ്യം സെലക്ട് ചെയ്ത് വിളിച്ച് ഓഡിഷന് പോയി. ഓഡിഷന് സെലക്ട് ചെയ്തിട്ടാണ് പിന്നെ ചെറിയൊരു ഡയലോഗ് ഉണ്ട്, അത് ഭയങ്കര സന്തോഷമായി. 2-3 സീനുണ്ട്. അതെ, അപ്പൊ അതാണ് സിനിമയിലേക്കുള്ള ഒരു ഫസ്റ്റ് പടി. അതെ, ഇവിടെ ലച്ചുവിന് ഇങ്ങനെ സിനിമ ഇൻട്രസ്റ്റ് അങ്ങനെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. ഇതില് പക്ഷെ കിടിലനായിട്ട് രണ്ടാളും കൂടെ ആക്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. എനിക്ക് വേറെ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് അങ്ങനെ പെർഫോം ചെയ്യാൻ അങ്ങനത്തെ എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. എനിക്ക് ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് നിക്കുക എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു എയിം. ചേട്ടന് ആ ഒരു സിനിമയോടുള്ള ആ ഒരു ആക്ടിങ് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് നിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുമിച്ച് വീഡിയോ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടിയും ശ്രദ്ധ കിട്ടുന്നത്. പിന്നെ ഇപ്പൊ നമ്മള് സിനിമ എന്നുള്ളൊരു ഇതുണ്ടെങ്കിലും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ നമ്മുടെ ഒരു വരുമാന മാർഗം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കണമെന്ന് മാത്രം. നമ്മുടെ ഫുള്ള് കണ്ടന്റുകള് എഴുതണതൊക്കെ ആള് തന്നെയാണ്. ലച്ചു അല്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇതന്നെ ഒരു വലിയ ഇത് തന്നെ ഫുൾ വർക്കാ. മോനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നമ്മള് അന്ന് ചെയ്യാനുള്ള കണ്ടന്റുകൾ കണ്ടുപിടിക്കല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ വർക്കിന് പോയി കഴിഞ്ഞാൽ ഇത് അവിടെ സൈഡാവും. ഈ 2 പണി മതിയല്ലോ. അവനാ സ്കൂളിലൊക്കെ ആക്കാൻ പോണതിന് വലിയൊരു പണിയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കൂടി മടിയാണോ രാവിലെ എണീറ്റ് പോവാനൊക്കെ? നല്ല മടിയാ. അതെ, സ്കൂളിൽ പോവാനേ മടിയാൾക്ക്. ഇപ്പൊ വരാറായല്ലോ ഈവനിങ്. ഇപ്പൊ എക്സാം ഒന്ന് കഴിഞ്ഞ് വരും, എക്സാം കഴിഞ്ഞ് വരും. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദ്യത്തിനോട് പ്രസക്തി ഇല്ല. അടിപൊളി അത്രേ പറയുള്ളൂ. പിന്നെ മാർക്ക് കിട്ടുമ്പോഴായിരിക്കും പിന്നെ എന്താണ് അടി കൊടുക്കാറുണ്ടോ? ഇല്ല, ഞാൻ പഠിക്കാത്തതിന് അങ്ങനെ അവന് അത്ര ഭയങ്കര ബ്രില്യന്റും അല്ല, അന്ന് തീരെ ലോ അല്ല, മിഡിൽ ബെഞ്ചറാണ് ആള്. പഠിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും. പഠിക്കാൻ ആൾക്ക് തോന്നിയിരുന്നു കഴിഞ്ഞാൽ വേഗം പഠിച്ചു. നമ്മളങ്ങനെ പ്രഷർ ചെയ്യിക്കാറില്ലേ പഠിക്കുന്ന കാര്യത്തില്. പറയും, അവന് പറഞ്ഞു കൊടുക്കും. അത് കേട്ടിട്ട് അവന് പഠിക്കണം. തല്ലി വളർത്തുന്ന ഒരു സിസ്റ്റം ഇല്ല. ഇപ്പൊ നിങ്ങളുടെ വീഡിയോസ് നോക്കിയപ്പോഴത്തേക്ക് റീസെന്റ് ഏറ്റവും ഞാൻ കണ്ട് ചിരിച്ചത് ബാബുസ്വാമിയുടെ വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാല് ഈ എനിക്കൊന്ന് ഡബ് ചെയ്യുന്നത് കുറച്ച് ചെയ്തിട്ട് കുറേ കാലായി ലിപ്സിംഗ് വീഡിയോസ് നമ്മൾ അങ്ങനെ ചെയ്യലില്ല. ഇത് ട്രെൻഡ് ആയില്ലോ ഈ വോയിസ്. അപ്പൊ നമുക്കൊരു വെറുതെ ഒരു ആഗ്രഹം, അന്നൊന്നും ചെയ്യാൻ കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വെറുതെ ട്രെൻഡാണ്, നമുക്ക് വെറുതെ ചെയ്ത് നോക്കാം. ചെലപ്പോ കേറും ചെലപ്പോ കേറില്ല, നോക്കി നോക്കാന്ന്. ഞങ്ങളങ്ങനെ ചെയ്യാറില്ല. ചെയ്യാത്ത കാരണം കൂടെ അവള് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ
ചെയ്ത് കഴിഞ്ഞപ്പോ ക്ലിക്കായി. ഇനിയിപ്പോ മറ്റേ നാഗസൈരന്ദ്രൻ എടുത്തിട്ടുണ്ടോ നിനക്ക് എന്ത് കഴിവുണ്ടടാ അടുത്ത് ഞങ്ങളുടെ വീഡിയോ എടുത്തിട്ട് കലാപരമായിട്ട് കഴിവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അടിപൊളി. ശരിക്കും എത്ര ടേക്ക് എടുത്തു അതൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട്? അത് വീഡിയോ ഓക്കെ ഇത് ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആയി. പിന്നെ നമ്മൾ കുറച്ചും കൂടിയും നമ്മളെ എക്സ്പ്രഷൻസ് ഒക്കെ മാറ്റി മാറ്റി ഇട്ടിട്ട് 2-3 ടേക്കിന്റെ ഉള്ളിൽ ശരിയാക്കി എടുത്തു. 3 ടേക്ക്. നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഈ വണ്ടി ഈ കാർ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. വണ്ടി ഓടിച്ചിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ലേഡിയായിട്ട് ഇങ്ങനെ വണ്ടിയുടെ മുന്നിലോട്ട് ചാടിയിട്ട് കാറാണോ എന്നാ ഞാൻ ചത്തു. ശരിക്കും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടോ ഇങ്ങനത്തെയൊക്കെ? ഇല്ല, ഞാൻ ഭയങ്കര പതുക്കെ. അതല്ല, ഇങ്ങനെ വണ്ടിയുടെ ഇത് കാണുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെ ചാടിയിട്ട്. മീൻസ് അങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടോന്ന് ഇങ്ങനെയൊക്കെ ഒരു കഥ വരുമ്പോഴത്തേക്ക്? ഇല്ല, അത് പെട്ടെന്ന് ഞങ്ങൾക്ക് അല്ല നമ്മള് സിനിമയിലും അങ്ങനെയൊക്കെ കാണുമല്ലോ, അതിനുണ്ടാക്കി ചെറിയൊരു അതൊരു പ്രമോഷൂട്ടിന്റെ ഭാഗമായിട്ട് തീം എടുത്തതാ. അങ്ങനെ ചെയ്തേ ഉള്ളൂ. അതെ. നിങ്ങളുടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ 11 വർഷം. 11 വർഷം. 11 നീണ്ട വർഷങ്ങൾ. ഞാനിങ്ങനെ കണ്ടിരുന്നു നിങ്ങളുടെ ലവ് സ്റ്റോറി, ഒരു ഓട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള ലവ് സ്റ്റോറി. എന്താ ഓട്ടോ കഥ? ഞാന് വണ്ടി ഓടിക്കണായിരുന്നു പണ്ട്. ആ സമയത്താണ്, ആ സമയത്തല്ല അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അത് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ് അവളുടെ വീട്. കൊച്ചിലെ പോലെ പറയുന്നവരാ. എന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ ഈ നാട്ടിലേക്ക് വരുന്നത്. ആ 1ാം ക്ലാസ് തൊട്ട് തന്നെ ഞങ്ങള് ആദ്യം വന്ന് താമസിച്ചത് ഈ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള അപ്പുറത്തെ വീട്ടിലായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങൾ ആദ്യം വാടകയ്ക്ക് വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. അന്നോട്ട് തന്നെ പരിചയമുള്ള തന്നെയാണ്. അങ്ങനെ കാണാറുണ്ട്. അന്നോട്ട് കാണാറുണ്ടെങ്കിൽ അങ്ങനെ നോക്കാറില്ല. പിന്നെ സുപ്രഭാതത്തിൽ അങ്ങോട്ട് പെട്ടെന്ന് ഇഷ്ടം തോന്നിപ്പോയി. അന്നുപോലെ കാണുന്നെങ്കിലും മൈൻഡ് ചെയ്യാറില്ല. സത്യമാണോ? ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് നടന്നിട്ടുള്ളതാ. അപ്പൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ മിണ്ടാറില്ല. അങ്ങനെയായിരുന്നു. അനിയത്തിയായിട്ട്, ചേട്ടന്റെ അനിയത്തിയായിട്ടായിരുന്നു ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കൂടെ ഒക്കെ കളിക്കും. അപ്പൊ കൂട്ടില്ല. കുറച്ചും കൂടി അമ്മാവൻ വൈബ്സ് ആയിരുന്നു. ഞങ്ങൾ അപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആയിരുന്നു. അപ്പൊ ഇവര് എത്ര വയസ്സിന് വ്യത്യാസമുണ്ട് നിങ്ങൾ തമ്മിൽ 6 വയസ്സിന്. 5 വയസ്സിന്. 1 വയസ്സല്ലേ പോട്ടെന്ന് വെക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനും അപ്പോഴത്തെ ന്യൂ ജനറേഷനും ഇവരിത്തിരി 90s ആയിരുന്നു. എന്നിട്ട് അപ്പൊ ചേട്ടനൊക്കെ വരുന്ന കാണുമ്പോഴേക്കും ഞങ്ങളെന്നും ഇവര് കളിക്കണ കളികൾ, ഇവര് ക്രിക്കറ്റ് അങ്ങനെ വലിയ വലിയ കളികളിലേക്ക് പോകും. അപ്പൊ ഞങ്ങളൊന്നും കളിക്കാൻ കൂട്ടില്ല. പിന്നെ കല്ല് കളിക്കുക, പിന്നെ ഇവിടെ തൊണ്ടി കളിക്കുക, അങ്ങനെ കുറെ കളികളൊക്കെ കളിക്കും. അപ്പൊ ഇവര് ഞങ്ങളെ കൂട്ടില്ല. ഞങ്ങൾ ചെറിയ പിള്ളേരാണല്ലോ. അപ്പൊ ഞങ്ങള് വേറെ കളിക്കും. പിന്നെ ചേട്ടനൊക്കെ വരുമ്പോ എനിക്ക് അന്ന് ഇത്രയ്ക്കൊരു അറ്റാച്ച്മെന്റ് ഇങ്ങനെയാവുന്നൊന്നും ഞാൻ അന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അന്ന് പേടിയായിരുന്നു. കുറച്ചും കൂടി ആള് കുറച്ചൊരു ഏജ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയാ. ഏജ് ഒന്നുമില്ല, 5 വയസ്സിന് വ്യത്യാസമുള്ളൂ. അല്ല നമുക്ക് അങ്ങനൊന്നുമില്ല. എന്നിട്ട് അപ്പൊ പേടിയായിരുന്നു. പിന്നെ പതുക്കെ പേടിയായി മാറി. എന്റെ അടുത്ത് എന്നെ പ്രപ്പോസ് ചെയ്യുന്ന സമയം വരെ ഞങ്ങൾ അങ്ങനെ മിണ്ടായിരുന്നില്ല. കാണുമ്പോ ചിരിക്കും, അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിനറിയാം എപ്പോ സംഭവിച്ചു. എപ്പോഴാ അങ്ങനെ ഒരു സ്നേഹം മനസ്സിലോട്ട് വന്നത്? അത് ഇങ്ങനെ ഇതുപോലെ വണ്ടി ഓടിച്ചു വന്നിട്ട് ഞാൻ വീടിന്റെ അറിയത്തിരിക്കുമ്പോൾ ഇങ്ങനെ നടന്നു പോണു. അന്ന് ലച്ചു 10ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ നോക്കി, അതുവരെ ഇല്ലാത്തൊരു ക്രഷ് അടിച്ച് പെട്ടെന്ന് കുട്ടി കുഴപ്പമില്ലോ, നോക്കിയാലോ. അങ്ങനെ അതുവരെ നോക്കാറില്ല, വണ്ടിയിൽ കയറ്റാറില്ല. അതിന് പിറ്റേ ദിവസം ഒരു വണ്ടിയിൽ കയറ്റി തുടങ്ങി. വെറുതെ ഉണ്ടാക്കും. എനിക്കറിയില്ലല്ലോ, ഞാൻ നടന്ന് പോകുമ്പോ വിളിക്കുമ്പോ കേറി പറയൂ. അപ്പൊ സന്തോഷം, ഞങ്ങൾക്ക് കുറച്ച് നടക്കാണ്ട് സ്കൂളിൽ. അപ്പൊ സന്തോഷായി. ട്യൂഷനൊക്കെ പോണ സമയത്ത് രാവിലെ നടന്ന് പോകുമ്പോ വണ്ടിയിൽ വന്ന് കേറിക്കോന്ന് പറയുമ്പോ സന്തോഷത്തോടെ കയറിയിരിക്കും. പിന്നെയല്ലേ ഈ റൂട്ട് മനസ്സിലാവുന്നത്. അങ്ങനെ സ്കൂളിൽ കൊണ്ടുവിടാൻ തുടങ്ങി. ഇവിടെ സെന്ററിൽ കൊണ്ടുവിടും. അതെ. പിന്നെ അവള് ബസ്സിനെ തൃശ്ശൂരെ പഠിച്ചത്. എന്നിട്ട് തിരിച്ചെപ്പോഴാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? അത് എനിക്കറിയില്ല. തിരിച്ച് ശരിക്കും പറഞ്ഞിട്ടില്ല. ഇല്ല, 10 കഴിഞ്ഞു. നമുക്ക് മനസ്സിലാവൂലോ. അതാണ് ഇഷ്ടാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇഷ്ടായി. എല്ലാം വളരെ പെട്ടെന്ന്. വീട്ടിലറിഞ്ഞപ്പോഴത്തെ എന്തെങ്കിലും കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു? നല്ല കോലാഹലം. ആരുടെ വീട്ടിലായിരുന്നു കൂടുതൽ? കൊറേ അടി കിട്ടിയിട്ടുണ്ട്.
ലച്ചുവിന് അടിയിട്ടുണ്ട്. ഇവിടെ അടിയിട്ടുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഓക്കെ. ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. പിന്നെ അമ്മേനെ ചേട്ടൻ വരച്ച വരയിൽ നിർത്താം, അമ്മേനെ പീഡിപ്പിച്ച് നിർത്താം. അമ്മ ഒരു പാവ, അങ്ങനെയൊന്നല്ല. അങ്ങനെ തന്നെ. എന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം. അമ്മ ഒരു പാവ. അമ്മ ചേട്ടനെ അങ്ങനെ അമ്മ ആരോടും അങ്ങനെ ദേഷ്യപ്പെടേ അങ്ങനെ ഒന്നും. അമ്മ ഭയങ്കര പാവ. ഞാൻ വരെ അമ്മേനെ പിടിപ്പിച്ചു നിർത്തും. പാവാണ് അമ്മ. അപ്പൊ ആൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്റെ വീട്ടില് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ട്വിസ്റ്റ് എന്താന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നെക്കാളും ഇഷ്ടം മരുമോനിയാണ്. അച്ഛനും അത് അമ്മയ്ക്കും അതെ. എന്റെ അടുത്ത് എന്റെ കാര്യങ്ങൾ ചോദിച്ചില്ലെങ്കിലും അവൻ ചേട്ടന്റെ കാര്യങ്ങള് ഓക്കെയാണ്. മോന്റെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ തിരക്കും. അതെ, അടിപൊളി. ഇവളെക്കാളും കൂടുതൽ അന്വേഷിക്കാൻ എന്റെ കാര്യങ്ങളോ. ഇവിടെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ വീട്ടിലേക്കോ? നടക്കണ്ട, ഇവിടുന്ന് നോക്കിയാ കാണാം. ഈ വീടിന്റെ ഈ പറമ്പിന്റെ തൊട്ടപ്പുറത്ത്. അതെ, അപ്പൊ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളൊരു ഫീലൊന്നും അല്ല. ഇപ്പൊ ആ വീട്ടിൽ ആരും ഇല്ല. അമ്മയൊക്കെ ഇപ്പൊ അങ്കമാലിയിലാണ്. അമ്മ ചേച്ചിയുടെ കൂടെയാണ്, എന്റെ വല്യമ്മയുടെ മോളുടെ കൂടെയാണ്. അമ്മ അനിയത്തിക്ക് അവിടെ ജോലി, എറണാകുളത്താണ് ജോലി. അതെ, അപ്പൊ അവരൊക്കെ അവിടെയാണ്. അപ്പൊ എറണാകുളത്തേക്ക് പോണം എനിക്ക് ഇപ്പൊ അവരെ കാണുന്നുണ്ടെങ്കിൽ. അടിപൊളി അടിപൊളി. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു, അപ്പൊ കല്യാണം കഴിഞ്ഞു. എന്നിട്ടാണ് ഈ ഒരു സിനിമാ മോഹം ഉണ്ടെന്നൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്? സിനിമ മോഹം എനിക്ക് പണ്ടറിയില്ലായിരുന്നു. പണ്ട് ഞങ്ങൾ അറ്റാച്ച്മെന്റ് ഇല്ല. പിന്നെ സ്നേഹിക്കുന്ന സമയത്ത് വിളിക്കുമ്പോ ഇങ്ങനെ അത്രയ്ക്ക് ഭയങ്കര ഒരു ക്രേസ് ഒന്നും ഇല്ല. ആ സമയത്ത് ഞങ്ങളുടെ റിലേഷനൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ ഈ സിനിമയിലേക്ക് വരാനുള്ള അവസരങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോ ഇത്രയ്ക്കും അവസരങ്ങൾ വന്നത്. അപ്പൊ ഒന്നും അതിനെപ്പറ്റി ഞങ്ങൾ അത്ര ഡീപ്പായിട്ട് ആലോചിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു സംഭവം വന്ന സമയത്ത് ആൾക്ക് ആക്ടിങ് പാഷൻ ആയതുകൊണ്ടാണ് ആള് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പിന്നെ അപ്പോഴാണ് ഇതിനെപ്പറ്റി ഇതിലേക്ക് കടക്കാം. അപ്പോഴും ഈ സിനിമ ആഗ്രഹിച്ചിട്ടൊന്നല്ല കടക്കണത്, അത് കടന്നു. വിചാരിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ അത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് തോന്നിയത് സിനിമയിലേക്ക് കടക്കാനും പറ്റിയേക്കാം എന്ന് വെച്ചിട്ട് അത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തത്. അടിപൊളി. ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു. എന്തായാലും അതിന്റെ ഒരു മുന്നോട്ട് പോവാണല്ലോ ആഗ്രഹം കൊണ്ട്. എവിടെ നിന്നില്ലല്ലോ 18 വർഷമായിട്ട്. അതെ, ഈ കണ്ടൻസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോമഡി ചെയ്യാറുണ്ട്, റൊമാൻറ്റിക് വീഡിയോസ് ചെയ്യാറുണ്ട്. ഇതില് എത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ടാ കൂടുതൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു അവിയലാണ്. നമുക്ക് ചിലർക്ക് നമ്മുടെ കോമഡി വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, ചിലര് നമ്മുടെ ഈ റൊമാൻറ്റിക് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. നമ്മൾ റൊമാൻറ്റിക് വീഡിയോ പ്രത്യേകിച്ച് യൂട്യൂബിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ തെലുങ്ക്, തമിഴ്, കന്നഡ കമന്റ്സ് കുറെ അത് ഭയങ്കര ഫാൻസാ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ. എല്ലാം ഉണ്ട്. അപ്പൊ ഓൺ വോയിസ് ചെയ്യും, കോമഡി തീം ചെയ്യും, ഇമോഷണൽ ചെയ്യും, എല്ലാം കൂടി ഒരു മിക്സ് ആണ്. ഒന്നിലും ഒതുങ്ങി നിൽക്കണില്ലേ, നമ്മൾ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓൺ വോയിസ് ചെയ്യാൻ തന്നെ. നമ്മുടെ ഒരു ഐഡന്റിറ്റി നമ്മുടെ വോയിസ് ആണ്. പുറത്ത് പോകുമ്പോഴായാലും ആൾക്കാർ ചിലപ്പോ നമ്മുടെ ശബ്ദം കേട്ട് ചേട്ടൻ നമ്മൾ തിരിഞ്ഞേക്കാൻ ശബ്ദം കേട്ട് വന്നിട്ട് പല അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അങ്ങനെ അനുഭവം അത് എവിടെ വെച്ചിട്ടാ? അത് എവിടെ വെച്ചാ പൂരങ്ങൾക്ക് പോകുമ്പോ, പിന്നെ തൃശ്ശൂര് വെച്ചിട്ടൊക്കെ 1-2 അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശബ്ദം ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര പ്രൗഡ് ഫീൽ അല്ലേ? ഓൺ വോയിസ് ചെയ്യുമ്പോ അത് പെട്ടെന്ന് മാർക്കായ ആളുകളുടെ ഉള്ളില്. അപ്പൊ പെട്ടെന്ന് തിരിച്ചറിയും. ഉണ്ണിയുടെ ഓൺ വോയിസിന്റെ കാര്യത്തില് പുലി അവനാണ്, കുഞ്ഞുമോൻ. ഞങ്ങളുടെ സൗണ്ടിനെക്കാട്ടും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാ. ഇപ്പഴത്തെ ചെറുതിലെ അവന്റെ സൗണ്ട്, നാരങ്ങ വെള്ളത്തിന്റെ അപ്പൊ ഇങ്ങനെ ആളുകൾ പുറത്തൊക്കെ വെച്ച് കാണുമ്പോ ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തെ പിച്ചി തിന്നാ സൗണ്ടാ പോകും. അതിപ്പോഴും അങ്ങനെ തന്നെയാട്ടാ. അവന് സ്കൂളിലൊക്കെ പോ എങ്ങനെയാ? സ്കൂളിലും മിണ്ടൂല. അല്ല, ഈ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ടീച്ചർ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇങ്ങനെ വീഡിയോസ്? ഈ കോമ്പൗണ്ടില്ലേ, ഈ കോമ്പൗണ്ടിൽ മാത്രമേ ചെവിടിന്റെ സൗണ്ട് ഉള്ളൂ. ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ സൈലന്റ്. പുറത്ത് പോയി കഴിഞ്ഞാല് കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന് പറയാം. ആളുകളുടെ അടുത്ത് കമ്പനി ആവാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ വീഡിയോസ് ചെയ്യുമ്പോഴേ, ഇപ്പൊ ഈ റൊമാൻറ്റിക് വീഡിയോ ചെയ്യുമ്പോഴാണോ, കോമഡി ചെയ്യുമ്പോഴാണോ, ഇമോഷണൽ ചെയ്യുമ്പോഴാണ്, എത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ടാ കൂടുതൽ ടേക്ക് പോകുന്നത്? നിങ്ങൾക്ക് കുറെ കൂടി ഈസി ഏത് ഹാൻഡിൽ ചെയ്യാനായിട്ടാ? എല്ലാം അങ്ങനെയൊന്നുമില്ലേ, എല്ലാം സിമ്പിളാ, ഓൾറൗണ്ടറാ. അങ്ങനെ ബുദ്ധിമുട്ടി നമ്മളെല്ലാം ചെയ്യണ എല്ലാ കണ്ടന്റ് എല്ലാ ടൈപ്പും ചെയ്യും. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും മാത്രമായ കാരണം കുറച്ച് ബുദ്ധിമുട്ടാ. ഇപ്പൊ ക്യാമറ വെച്ച് ഇപ്പൊ രണ്ടാളുടെ ഇപ്പൊ എന്റെ ക്ലോസ് എടുക്കാൻ തന്നെ വന്ന് നിൽക്കുമ്പോ ചിലപ്പോ ഫോക്കസ് പോയിണ്ടാവും. അപ്പൊ വീണ്ടും വന്ന് നമ്മൾ കൊടുത്ത് അങ്ങനെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ. കുറെ ഒരു 2 മണിക്കൂർ ഒക്കെ വേണ്ടി വരും വീഡിയോ എടുത്ത് കഴിയുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമാണോ വീഡിയോസ്? അമ്മയ്ക്ക് ഇഷ്ടാ. അമ്മ ഒരു കലാത്തിലൊക്കെ കാണും ചെറുപ്പം തൊട്ടേ. മറ്റേ ഓണക്കളി, അച്ഛൻ ഓണക്കളിയുടെ ആശാന. ഓണ സമയത്ത് ഓണക്കളി പഠിപ്പിക്കില്ല എന്റെ അച്ഛൻ. അങ്ങനെ പോയി കണ്ടിട്ടാണ് അമ്മേനെ റൂട്ടാക്കി
കല്യാണം കഴിച്ചത്. അപ്പൊ അച്ഛനും ലവ് മാരേജ് ആയിരുന്നു? അച്ഛനും ഞാനൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ എന്റെ അച്ഛനമ്മ അറേഞ്ച്ഡ് ആയിരുന്നു കേട്ടോ. അറേഞ്ച്ഡ് ആയിരുന്നു. എടുത്ത് പറയണെന്തിനാ? രണ്ടും അങ്ങനെയല്ല. അതിന് ഇവിടെ പ്രസക്തി ഇല്ല. എന്റെ അച്ഛനമ്മ അറേഞ്ച്ഡ് ആയിരുന്നു, ഇവിടെ ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ആയിരുന്നു. അടിപൊളി. ഇപ്പൊ വീടിന്റെ കാര്യം ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? നാലുകെട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള അല്ലേ? ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് എപ്പോഴും പണ്ടത്തെ ഒരു ടൈപ്പ് വീട്, അങ്ങനത്തെ വീടുകളോട് ഇഷ്ടം. സ്ഥലങ്ങളും അങ്ങനെയാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ ഇഷ്ടം പാലക്കാട് ഏരിയ. പാലക്കാട് ഏരിയ, ഈ മുള്ളുവേലി, നമ്മുടെ റേഷൻ കട എന്നൊക്കെ പറഞ്ഞ മാതിരി അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള അന്തരീക്ഷമാണ് ഇഷ്ടം. അതാണ് ഒരു കൊച്ചു പട്ടണത്തിൽ സുന്ദരനാണ്. റേഷൻ കട. പുറമേ ഉള്ള ക്രൗഡ് ഇഷ്ടമല്ല. ഇപ്പോഴും പറയും സ്ഥലം വാങ്ങാനുള്ള ഇതിലാണ് ഞങ്ങള്. സ്ഥലം വാങ്ങുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും വേണ്ട മണിയെ, നമുക്ക് പാലക്കാട് പാലക്കാട് ഏതെങ്കിലും ഉൾഗ്രാമങ്ങളിൽ പോയിട്ട് നമുക്ക് കുഞ്ഞൊരു വീട് വെച്ച് ചെറിയൊരു മുള്ളുവേലൊക്കെ വെച്ച് ആരുടെ ശല്യം ഇല്ലാണ്ട് നമുക്ക് അവിടെ താമസിക്കാം. അപ്പൊ ഞാൻ പറയാം, അപ്പൊ നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരിക. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാ. പഴയ ചായക്കടയിൽ നിന്ന് പോയി ചായ കുടിക്കുക, ഇങ്ങനെ മറ്റേ മൺതിട്ടൊക്കെയുള്ള സ്ഥലങ്ങൾ, അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ കടകളിലൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മൺചട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ചോറിന്, അത് ഇഷ്ടം. ചട്ടിച്ചോറ് ഭയങ്കര നൊസ്റ്റാൾജിക് ഭ്രാന്തനാ. പിന്നെ എനിക്ക് വീട് പണിയുന്നതില് കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പണിയുന്നത് എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല. സ്ഥലം ഒരുപാട് വേണമെന്നില്ല, മാക്സിമം ഒരു 6-8 സെന്റ് സ്ഥലം, നമുക്ക് താമസിക്കാനുള്ള ചെറിയൊരു ഏരിയ മാത്രം അത്. പിന്നെ വീട് 4 കെട്ട് വീടായാലും മാധവനിലൊക്കെ കാണുന്ന പോലത്തെ വീടാ. വീടായാലും ഒരു 10-15 ലക്ഷം നമ്മൾ ഇടുക, അതിലൊരു 20 കയ്യിലെ പോലും ആവും. അത്രയാണ്. ജീവിതകാലം മുഴുവൻ ലോൺ അടയ്ക്കാനൊന്നും നമുക്ക് പറ്റില്ല ഈ വീട് വേണമെന്ന് പറഞ്ഞിട്ട്. സിംപ്ലിസിറ്റിയാണ് മെയിൻ. ആള് ഭയങ്കര സിമ്പിൾ ആണ്. ലച്ചുവിന് എങ്ങനെ ഇഷ്ടം? ടൗണിലൊന്നും ഇല്ല എനിക്ക്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ ഞാൻ. എനിക്ക് ഇങ്ങനെ അങ്ങനെ ഒറ്റപ്പെട്ട് അവിടെ ഇങ്ങനെ പോവാനൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. എനിക്ക് അങ്ങോട്ട് നമുക്ക് വെക്കേഷൻ ട്രിപ്പ് പോവാം, നമുക്ക് വെക്കേഷൻ അങ്ങോട്ട് ട്രിപ്പ് പോവാം. താമസിക്കുമ്പോ നമ്മള് നമ്മുടെ എല്ലാ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് ആള് വേണം, എല്ലാം വേണം, എല്ലാ അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്കും ആക്സസ് ആവാൻ പറ്റും. തൊട്ടപ്പുറത്ത് ഒരു 5 സെന്റ് സ്ഥലം കൊടുക്കണ്ട, ഇവിടെ ഞങ്ങൾ വന്നപ്പോ പറയുന്ന കേട്ടിരുന്നല്ലോ ബാക്കിലോട്ടൊക്കെ കാടാണ്. ഇത് അറ്റായി, നമ്മുടെ വീട് ശരിക്കും കാടിന്റെ അറ്റാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ കാട്ടിലേക്ക് കയറാം. നമ്മുടെ അടുത്ത് പറഞ്ഞ പീച്ചി, വാഴാനി, വെള്ളാനി, ആ ഒരു മലനിരകളുടെ തൊട്ട് താഴ്ത്താണ് ഞങ്ങളുടെ വീട്. ആനകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുണ്ട്. കൊറേ ക്ലൈമറ്റ് ഒക്കെ നല്ലതാന്ന് തോന്നുന്നു. നല്ല തണവാണ്. ഡിസംബർ ജനുവരി ഞങ്ങളുടെ അടുത്ത് പൂരം. ആ സമയത്തൊക്കെ നല്ല തണവാ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. വൈകുന്നേരം പൂരത്തിനൊക്കെ നല്ല തണുത്തിട്ട് നടക്കാൻ വരെ പറ്റില്ല. അതുപോലെ അടിപൊളി. ഈ പറയുന്ന പോലെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ ഇൻഫ്ലുവൻസേഴ്സ് വേറെ ഒരുപാട് പേരുണ്ടല്ലോ, അങ്ങനെ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഉണ്ടോ മറ്റു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആയിട്ട്? അതെ, നമുക്ക് ഇങ്ങനെ കൊണ്ട് നടക്ക കുറെ നാളുകളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ അബിശ്രീ, ഇപ്പൊ ബിഗ് ബോസിൽ ശ്രീ, അവളെ എന്തുണ്ടെങ്കിലും വിളിക്കൂ, ഞാനും വിളിക്കും. അങ്ങനെ ഭയങ്കര കണക്ഷനാ. അവളായിട്ടാണ് ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് പോരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. ടിക്ടോക്ക് ഉള്ള സമയത്ത് കമ്പനി ആയിട്ടുള്ളതാ. ബാക്കി എല്ലാവരായിട്ടും കമ്പനി ഉണ്ട്, പക്ഷെ ഇവരായിട്ട് എപ്പോഴും കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവളുടെ അടുത്തുണ്ട്. എന്തുണ്ടെങ്കിലും അപ്പൊ ആദ്യം വിളിച്ച് കാര്യങ്ങൾ പറയും. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവളായിട്ട്. അതെ, നിങ്ങൾ ടിക്ടോക്ക് ഒക്കെ തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഫ്രണ്ട്സ് ആയത്? അങ്ങനെ ഫ്രണ്ട്സ് ആയത്. നമ്മൾ ടിക്ടോക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചുരുക്കം ചില സൗഹൃദങ്ങളില് കുറച്ച് പേരാണ്. അവരുണ്ട്, പിന്നെ ജിജിൻ ദൃശ്യ, പിന്നെ പ്രതീഷ്, ശ്രീരാഗ്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കപ്പിൾസ് ഒക്കെ ആയിട്ട് ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലു കപ്പിൾസ്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ വിളിക്കുക അജീഷ്, മല്ലു കപ്പിൾസ് അജീഷാണ് വിളിക്കുക. ആളുണ്ട് അങ്ങനെ. പിന്നെ അങ്ങനെ കുറെ പേര്, എല്ലാരും പേര് അറിയാം. നമ്മൾ കുറച്ചും കൂടി കണക്ഷൻ ഉള്ള ആളുകൾ ഇവരൊക്കെ ആയിട്ടാണ്. നല്ലൊരു കമ്മ്യൂണിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരു കുറച്ച് പേരെ ചേർന്ന്. ആരുമായിട്ടും പ്രശ്നമൊന്നുമില്ല, നമ്മൾ എല്ലാവരുടെ അടുത്തും സ്നേഹം മാത്രമേ ഉള്ളൂ. അടിപൊളി. പിന്നെ ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ വരാറൊക്കെ ഉണ്ടോ, ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങോട്ട്? ഞങ്ങള് ട്രിപ്പ് പോണ സമയത്ത് വന്നിട്ടുണ്ട് അവര്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഒരുമിച്ച്. പിന്നെ ഇവിടെ വന്നിട്ട് ദിലൂപിക്ക് പൊട്ടിക്കല്, ചാമ്പയ്ക്ക് പൊട്ടിക്കല്, അമ്മേനെ കൊണ്ട് കറി ഉണ്ടാക്കിപ്പിക്കലൊക്കെ കഴിച്ച് നമ്മള് അമ്മയുടെ സ്പെഷ്യൽസ് കഴിക്കാനാ വരുന്നത്. അമ്മ നല്ല കുക്കാണ്. എന്താ അമ്മയുടെ മെയിൻ ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാ? നമ്മ ബീഫ് അടിപൊളിയായിട്ട് വയ്ക്കും. അവര് വന്ന സമയത്ത് അതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വെക്കുവാള്. ലച്ചുന്റെയോ? ലച്ചു കുക്ക് അത് പറയണ്ട. മുട്ട വറക്കുക, ഉള്ളി മുളകും കുത്തി ചമ്മന്തി ഉണ്ടാക്കുക. അതിന്റെ പിന്നെ ഒരു സീക്രട്ട് ഉണ്ട്. നമ്മൾ ഒരു വട്ടം നല്ല കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും അത് പഠിപ്പിക്കുന്ന പോലെ പിന്നെ നമുക്ക് എപ്പോഴും കയറേണ്ടി വരും. ഇത് നമുക്ക് കയറാൻ പറയില്ലല്ലോ. അതെ 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 അതെ, ഐഡിയ ഉണ്ടോ? അമ്മോട് പറയാം. ഐഡിയ ചേഞ്ച്. ഇവിടെ എങ്ങനെയാ കുക്ക് ചെയ്യോ? ഞാനാ
പിന്നില്ലാണ്ട് ആ എല്ലാം ചെയ്യുമല്ലോ ഏട്ടാ. സാമ്പാർ വെക്കണോ, മീൻ വെക്കണോ, തോരൻ വെക്കണോ, ചിക്കൻ വെക്കണോ, എല്ലാം അറിയാം. എന്തോ കുത്തി പറയുന്ന പോലെ അല്ലേ? കുത്തുന്നില്ലല്ലോ, കുത്താൻ പോകുന്നല്ലോ. എന്തോ വല്ലാണ്ട് കുത്തുന്ന പോലെ. കുക്കിംഗ് ഇഷ്ടമല്ല. ഇഷ്ടല്ല. അല്ല, കുക്കിംഗ് തന്നു കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടം. ഇഷ്ടമാണ്. അടിപൊളി. എനിക്കുള്ള ഫുഡുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണത് അമ്മയോടും കൂടിയിട്ടാണ്. ആണ്. ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു ലിസ്റ്റ് കൊടുക്കും. ഞാൻ വരുമ്പോഴേക്കും ഇന്ന സാധനങ്ങളൊക്കെ എനിക്ക് റെഡി ആക്കി വെക്കും. അപ്പൊ ഞാൻ വരുമ്പോഴേക്കും എല്ലാം മെഷർമെന്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സുഖ ജീവിതം. അതിന്റെ അഹങ്കാരത്തില്ല. കമന്റ് നോക്കിക്കോ, പാവം പെണ്ണിനെ അടുക്കളയിലിട്ട് നരകിപ്പിക്കുകയാണ്. പാവത്തിന് ഇട്ട് കൊടുക്കാതെ ചെയ്യുന്ന ജോലികളൊക്കെ എന്തൊക്കെയാണ്? അമ്മയാണ് പണിയെടുക്കണെന്നുള്ളത്. വേറെ എന്തൊക്കെ ജോലികൾ ചെയ്ത് ഇട്ട് കൊടുത്തേക്ക്, അല്ലെങ്കിൽ പാവത്തിന് എയറിലോട്ട് കയറ്റും. അല്ല, ജോലികളൊക്കെ ചെയ്യും. അങ്ങനെ ജോലി ചെയ്യാനല്ല, എന്തെങ്കിലും അത്യാവശ്യമൊക്കെ അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ എടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. വെള്ളം കോരാറുണ്ട്, അടിച്ചു വരാറുണ്ട്, എന്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ അലക്കാറുണ്ട്, ഞാൻ കണ്ടില്ല, പറമ്പില് പണിയെടുക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പറമ്പിൽ പണിയെടുക്കാൻ. പിന്നെ എനിക്ക് കുറച്ച് പെറ്റ്സുകളുണ്ട്, അവരൊക്കെ നോക്കണത് ഞാൻ തന്നെ. പെറ്റ്സ് ഉണ്ട്. എന്ത് പെറ്റ്സാ? കോഴിയുണ്ട്. ആ, ഇവിടെ അത് ശബ്ദം കേട്ടോണ്ടിരുന്നത്. കോഴികളുണ്ട്, മീനുണ്ട്, പ്രാവുണ്ടായിരുന്നു. ഇപ്പൊ പ്രാവില്ല. ആട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരെ കൊടുത്തു. മൊത്തത്തില് മറ്റേ പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കുന്ന ഒരാള്. ജയസൂര്യ മലയാളി. എനിക്ക് മനസ്സിലോട്ട് അതെങ്ങനെ പോയത് ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്, പറമ്പിൽ ഇറങ്ങി പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓരോന്ന് വെച്ച് പിടിപ്പിക്കുക, എനിക്കതൊന്നും ഇഷ്ടമല്ല. ഈ നിൽക്കുന്ന ബദാമ്, ഈ തണൽ മരം ഞാൻ വെച്ച് പിടിപ്പിച്ച ചെറുത് കൊണ്ടു വെച്ചിട്ട് വെട്ടി നിർത്തി. എത്ര വർഷം മുമ്പ്? അത് 2017 18 ഇത്ര വലുതായി. അയ്യോ. അതുപോലെ ഇത് ചേട്ടൻ വെച്ചതാ. ഞാൻ BSNL ചേട്ടൻ വെച്ചതാ. ഞാൻ BSNL വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂരായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വീടിന്റെ അവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്നപ്പോ ലൈനിൽ ഡ്യൂട്ടിയാ. ആ സമയത്ത് കേബിൾ ഫോൾട്ടിന് മുമ്പ് അവിടെ നിന്ന് കിട്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാ. ഞാൻ വെട്ടി നിർത്തി ഇങ്ങനെ ശരിക്കും റൗണ്ട് ചെയ്തതായി ശരിക്കും. അപ്പൊ നമ്മള് നേരത്തെ വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ പഴമയിലോട്ട് പോകുന്ന പറഞ്ഞത്. അപ്പൊ ശരിക്കും വീട് എന്താ സ്ഥലം വാങ്ങിയോ? നോക്കുന്നുണ്ട്. അപ്പൊ ഉടനെ പുതിയ വീട്ടിലേക്കൊക്കെ മാറാനായിട്ടൊക്കെ ഉള്ളൊരു ഞങ്ങളുടെ ആഗ്രഹം. ഉള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പൊ നിലവില് അതന്നെ ഉള്ളു സ്വപ്നം. ഭയങ്കര ഒരു ഡ്രീം ആയിട്ട് കൊണ്ട് നടക്കുന്നത് ഫിലിമാണ് എന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ലാലേട്ടൻ ഫാനാണ്. രണ്ടാള് ലാലേട്ടൻ ഫാനാണ്. ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടൻ സിനിമകൾ വരുവാണെങ്കിൽ ബുക്ക് മൈ ഷോയിൽ വന്ന അപ്പൊ തന്നെ ബുക്കിംഗ്. അപ്പൊ അന്ന് തന്നെ കാണല് കുറവാ. അന്ന് നമുക്ക് മിക്കവാറും ടിക്കറ്റ് കിട്ടാറില്ല. ഫസ്റ്റ് ഡേ ഒന്നും ടിക്കറ്റ് കിട്ടില്ല. വീക്കിൽ തന്നെ പോയി കാണും. ആസ്വദിച്ച് കാണാൻ പറ്റില്ല. പക്ഷെ എന്റെ ഒരു ആഗ്രഹമാണ് അത്. ഭയങ്കര ഹൈപ്പിൽ വരുന്ന അത് ആ പടം ജയിക്കും വേണം. അങ്ങനത്തെ ഒരു പടം, വിജയിന്റെ ഒരു പടം, മോഹൻലാലിന്റെ ഒരു പടം ഫാൻ ഷോയ്ക്ക് ഫസ്റ്റ് പോയി കാണണം എന്നുള്ളത് ലാലേട്ടന്റെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അല്ല, പണ്ട് ഓട്ടോഷോ ഓടിക്കുന്ന സമയത്ത് അത് ഇപ്പോഴും പറയും ഞാൻ ഫോട്ടോഷോപ്പിൽ ചെയ്തതെന്ന്. അന്ന് ഫോട്ടോഷോപ്പ് അത് ലോക്പാലിന്റെ ഷൂട്ട് എറണാകുളത്ത് നടക്കുന്ന സമയത്ത് ഇവിടുന്ന് ലാലേട്ടന്റെ ഒരു മേക്കപ്പ് മാനായിട്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാര് അവര് ഇടയ്ക്കിടയ്ക്ക് പോകും. ലാലേട്ടൻ കാണാൻ ഫോട്ടോ ഷൂട്ടിനൊക്കെ പോകും ലൊക്കേഷനിലേക്ക്. അങ്ങനെ അവരിവിടെ പോയതാ. എന്നിട്ട് ഫോട്ടോ എടുത്തു. ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരൊക്കെയുള്ള ഫോട്ടോ ഉണ്ടായിരുന്ന ശരിക്ക്. അന്ന് ചെറിയ ഫോണാ, കീപാഡ് ഫോണാ. എന്നിട്ട് ഫോൺ ഞങ്ങൾ തല്ലുകൂടിയപ്പോ ഞാൻ വലിച്ചു എറിഞ്ഞു. അപ്പൊ അതിന്റെ മെമ്മറി കാർഡ് അടിച്ചു പോയി. എന്നിട്ട് ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ കളഞ്ഞിട്ട് ലാലേട്ടൊപ്പം നിൽക്കണത്. അപ്പോൾ അത് ഞാൻ തെളിവ് കാണിക്കാനായിട്ട് എന്റെ തെളിവില്ല, മെമ്മറി കാർഡ് അടിച്ചു പോയി. ഇനി അത് കാണിക്കാനും ഇല്ല. അപ്പൊ ഇപ്പൊ ഒരു ഡ്രീം ആയിരിക്കും അല്ലെ ഒന്നുകൂടെ കാണണം എന്നുള്ളത്, ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഈ അഭിശ്രീയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഇവര് ബിഗ് ബോസിൽ പോയി. ബിഗ് ബോസിലൊക്കെ അവസരം കിട്ടിയപ്പോ പോയില്ല. വൈ? ഞാൻ ഇങ്ങനെയാന്നുള്ളത് ഞാൻ മാത്രമേ നാട്ടുകാരും കൂടെ അറിയിക്കുന്നു. അല്ല, ബിഗ് ബോസ് നമുക്കൊരു ഡ്രീമിലില്ല. അതില് പോണത് നമുക്ക് ഈ കൂടുതലും ഈ ഫണ്ടും ഫെയിമും ആഗ്രഹിച്ചിട്ടായിരിക്കും പോവാ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ലൈഫും ഉണ്ട് ആളുകൾക്ക്. നമ്മള് പോയി കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മളെ പുറത്തേക്ക് നമ്മുടെ ഔട്ട് വരും പറയാൻ പറ്റില്ല. നമ്മളെത്ര നിന്നാലും ഡീഗ്രേഡിങ് വന്നു കഴിഞ്ഞാൽ അത് മാത്രല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും ഒരു നെഗറ്റീവ് സൈഡ്. നമ്മള് പുറമെ ആളുകളുടെ അടുത്ത് കാണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പോസിറ്റീവ് സൈഡ് മാത്രമേ കാണിക്കുള്ളൂ. നെഗറ്റീവ് നമ്മളെപ്പോഴും അത് പുറത്ത് കാണിക്കാൻ ഇഷ്ടാവില്ല. അതിന്റെ ഉള്ളിൽ 24 hours ക്യാമറയിൽ നമ്മളെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ പുറത്തേക്ക് പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു ലൈഫ് ഇല്ല. അത് കഴിഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞ് വന്നാലും നമുക്ക് പിന്നെ ഒരു ലൈഫ് ഉണ്ട്, മോനുണ്ട്. അത് നമ്മുടെ ഈ ഒരു സംഭവത്തിൽ കൊണ്ടുപോയിട്ട് അവനെ ഒരു ബുദ്ധിമുട്ടാവരുത്. നമുക്ക് പറയാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിന്റെ ലൈഫ് എങ്ങനെയായിരിക്കും. അതൊരു ഡ്രീമിലേ ഇല്ല. നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേഷന്റെ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴും ഞാൻ ഇപ്പൊ കണ്ടന്റ്സ് ഒക്കെ ചെയ്യുമ്പോഴും അതായത് ഒരു നെഗറ്റീവ് വരരുത്, കുഞ്ഞുണ്ട്, അങ്ങനെ അത്രയും തിങ്ക് ചെയ്തിട്ടായിരിക്കും അല്ലെ ഓരോ കണ്ടന്റ് നിങ്ങൾ ഔട്ട് കൊടുക്കുന്നത്. ഇപ്പൊ അങ്ങനെയാ. പണ്ട് ബോധമില്ലാത്ത സമയത്ത് പല മണ്ടത്തരങ്ങളും പറ്റിയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത
ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ നമുക്ക് കുറച്ച് പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാണ്ട് കുറെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോസ് കാണുന്നത് കുറെ കുട്ടികളാ, കുഞ്ഞു പിള്ളേര്. അപ്പൊ നമ്മൾ അത്ര ഇഷ്ടമാണ് അവർക്ക്. അപ്പൊ അത് കാണുമ്പോ വീഡിയോയിലൂടെ കാണുമ്പോ അവർ അത് ഏരിയയിൽ എടുക്കുക, അത് അവർക്കൊരു നമ്മുടെ അടുത്തൊന്നും ഒരു മോശം പിള്ളേര് പഠിക്കരുത് വിചാരിച്ചിട്ട്. അതിനുശേഷം നമ്മളിപ്പോ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മള് പരമാവധി ഇപ്പൊ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഈ കോമഡി ഡയലോഗുകളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ഇട്ട് പോവാറുണ്ട്. ഇപ്പൊ നമ്മളങ്ങനെ ഈ ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കണം. ഇപ്പൊ വലിയായാലും കുടിയായാലും എന്ത് ബാഡ് ഹാബിറ്റ് ആയാലും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മുടെ വീഡിയോ കൂടെ നമ്മൾ പുറത്തു പോകരുതെന്ന് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടാ ചെയ്യുന്നത്. ആ ഒരു രീതിയിലെ ആ ഒരു പാറ്റേണില് നമുക്ക് ആലോചിക്കുമ്പോ നമുക്കൊരു മോനുണ്ടല്ലോ, ഇപ്പൊ ഞങ്ങള് കാണുമ്പോ അവൻ ഈ ഓരോ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുമ്പോ അത് നല്ല രീതിയിൽ അവൻ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അപ്പൊ അതുപോലെ ഞങ്ങൾ ആലോചിക്കും ഇതുപോലെ ഇനി വേറെ ആളുകളുടെ കുട്ടികൾ ഇരുന്ന് കാണുമ്പോ അവർക്കും ചിലപ്പോ നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം നമ്മൾ ചിലപ്പോ ആ ഒരു വീഡിയോയിൽ ആ ഒരു മൊമെന്റിൽ മാത്രം അത് കാണിക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ അവർക്ക് ചിലപ്പോ അത് അവരെടുക്കും, അവര് മനസ്സിലേക്ക് എടുക്കും. നമ്മൾ ആരാധിക്കുന്ന ആളുകളെ ചിലപ്പോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകളെ ചെയ്യുമ്പോൾ പിള്ളേരത് മനസ്സിലേക്ക് എടുക്കും. അങ്ങനെ എടുക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ട്. ഇപ്പൊ അതുകൊണ്ടൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പോകുന്നത്. അതെ, ലോങ് വീഡിയോസ് ചെയ്യുന്നത് കുറവല്ലേ? ഇപ്പൊ കുറച്ചു. എന്താ ഇന്റൻഷനലി ആൾക്കാർക്ക് ഇഷ്ടം ഷോർട്ട് വീഡിയോസ് കണ്ടുപോവാ. അതാണ്, കുറെ നേരം കണ്ടിരിക്കാനുള്ള ആൾക്കാർക്ക് ക്ഷമയില്ല. അതെ, അപ്പൊ റീച്ച് കുറവാണ് ചെയ്യാൻ വീഡിയോക്ക്. അത് പരമാവധി കുറച്ചു. ഈ നിങ്ങൾ ഇപ്പം പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ കുറച്ച് പേരൊക്കെ വന്ന് സംസാരിക്കും, കുറെ പേർക്കൊക്കെ അറിയാം. അപ്പൊ ലൈഫിൽ അങ്ങനെ ഒരു ചേഞ്ച് വന്നപ്പോഴത്തേക്ക് നാട്ടിലൊക്കെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ ലൈക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ? നമുക്ക് എവിടെ പോയാലും ആരെങ്കിലും ഒക്കെ അറിയണവരെന്തായാലും ഉണ്ടാവും. അത് നല്ലൊരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്നൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ഇട്ടാൽ മതി, ആരെങ്കിലും ഒക്കെ ഒരു സഹായത്തിന് എത്തും. അങ്ങനെ സ്റ്റോറി ഒക്കെ ഇടാറുണ്ടോ? നമ്മൾക്ക് ഇപ്പൊ അങ്ങനെ നിലവിൽ ഇതുവരെ അങ്ങനെ ഒരു ആവശ്യമല്ല. ഈ ഷൂട്ടിന്റേതായിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് നമ്മൾ ലൊക്കേഷനൊക്കെ ടാഗ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ മലയ്ക്ക് പോകുന്ന സമയത്ത് ചേട്ടൻ ഇങ്ങനെ മലയ്ക്ക് പോണതൊക്കെ സ്റ്റോറി ഇടുമ്പോ എരുമേലിയിലുള്ളവര് പമ്പയിലുള്ളവര് ചേട്ടൻ എന്ത് സഹായം വേണമെങ്കിൽ വിളിക്ക്, ഇവിടെ ഉണ്ട്, അങ്ങനെയൊക്കെ പറയും. അറിയാത്ത ആളുകൾ, നമുക്ക് പരിചയമില്ലാത്ത ആള്. അങ്ങനെ തന്നെയാണ് മലയ്ക്ക് പോണ സമയത്ത് ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു ആളുടെ പേരായിരുന്നു ജയദേവൻ. ആളെ ഈ ഇങ്ങനെ ഇൻസ്റ്റാ സ്റ്റോറി അങ്ങനെ പരിചയം ചെയ്ത് തന്നെയാ ആളായിട്ട്. കാര്യം ഞാൻ ഇവിടെ നടന്നു പോവാ, വീട്ടിൽ നിന്ന് വീട്ടിൽ നടന്നു പോവാ. നടന്നു പോയി അവിടെ എല്ലാ കൊല്ലം അങ്ങനെ പോവാറ്. ഈ കൊല്ലം പോവാൻ പറ്റിയില്ല, അനിയത്തിയുടെ കല്യാണമൊക്കെ ആയിരുന്നു, പോവാൻ പറ്റിയില്ല. പരമാവധി എല്ലാ കൊല്ലം നടന്നു പോവാറ്. അപ്പൊ ഇവിടുന്ന് അമ്മയും ഉണ്ണീനെ കൊണ്ടുവരുമ്പോ അവരും കൊണ്ടുപോകണം. ഞാനിവിടെ നടന്നു പോയി അവിടെ എത്തിയിട്ട് ഞാൻ അവിടെ പമ്പയിലെത്തുന്ന സമയത്ത് അവര് വരാം, ഇവിടുന്ന് വണ്ടിക്ക് വരും. ഒറ്റയ്ക്ക് നടന്നാ പോന്നെ? അല്ല, ഇവിടുന്ന് കുറച്ച് പേരുണ്ടോ. അപ്പൊ ഇവിടുന്ന് അവിടെ എത്തിയിട്ട് നടന്നൊരു പരിവാവും. പിന്നെ ഇവരും കൊണ്ട് കയറിയിട്ട് അവിടെ എത്തുമ്പോ തിരക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ വണ്ടിക്ക് പോകണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ആ സമയത്ത് വരി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. പയ്യപ്പന്റെ കടാക്ഷം പോലെ ആരെങ്കിലും ഒക്കെ നമുക്ക് ആ സമയത്ത് സപ്പോർട്ട് ഉണ്ടാവും. എത്ര ദിവസം എടുക്കും ഇവിടെ നടന്നു പോകാനായിട്ട്? 6 ദിവസം. 6 ദിവസം. ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സാമ്യം നടന്നു പോക്കിന്റെ പേരില് ഒരു കൊല്ലത്തില് കഴിഞ്ഞതിന്റെ മുന്നത്തോല്ല കഴിഞ്ഞതിന്റെ മുന്നത്തോല്ല അതിന്റെ മുന്നത്തോല്ല കഴിഞ്ഞതിന്റെ മുന്നത്തോല്ല നടന്നു പോണ സമയത്ത് ബോക്സർ ഇട്ടിട്ട് നടന്നു പോവാ. അപ്പൊ നടക്കാൻ സുഖത്തില് മുണ്ടെടുത്ത് നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇട്ട് പോകുമ്പോ അവിടെ ചെന്നിട്ട് പമ്പയിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇരുപിടിക്കെട്ടൊക്കെ വെച്ചിട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി നീ മലയ്ക്ക് തന്നെയാണോ. ഭയങ്കര ഇതായിരുന്നു. 100K മേലെ ലൈക്ക് ആയിരുന്ന ഫോട്ടോയ്ക്ക് കമന്റ് എത്ര 1K 2K കമന്റ് ഉണ്ടായിരുന്നു. സ്വാമീനായിരുന്നു പേര് വന്നിട്ടുണ്ടായിരുന്നു. ഫുള്ള് തെറിവിളിയും ചീത്തി മാത്രം. ഞാൻ അതൊക്കെ കേട്ട് സഹിച്ചു നിന്നു, ഒന്നും പറഞ്ഞില്ല. അയ്യപ്പനെ കണ്ട് അനുഗ്രഹം പിടിച്ച് തിരിച്ച് പമ്പയിൽ വന്നപ്പോ ഞാൻ കൊടുത്തു. എന്താ മറുപടി നല്ല രീതിയിൽ തിരിച്ചു കൊടുത്തു. അത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിന്. കാരണം എനിക്ക് അത്രയ്ക്കും വിഷമമായി. നമ്മുടെ വേഷങ്ങളിലൊക്കെ അതിന് പ്രാധാന്യം ഉണ്ടോ സത്യം പറഞ്ഞാൽ? ഇപ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് വരുന്ന ആൾക്കാര് ഇപ്പൊ കർണാടകയിൽ നിന്ന് പറഞ്ഞ ആൾക്കാർ പാന്റ് ഇട്ടിട്ട് വരിക. പിന്നെ ആള് രാഷ്ട്രപതി വന്നപ്പോ അതിലുള്ള ഒരു കോട്ട് ഇട്ട് കയറി പോയിണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇത് ഞാൻ പറയണില്ല. പക്ഷെ ഞാൻ പോകുമ്പോ ഇവിടെ നടന്നു പോകുമ്പോ എനിക്ക് നടക്കാൻ മുണ്ടെടുക്കാൻ പറ്റില്ല. അത് കാരണം ട്രൗസർ ഉപയോഗിക്കാറ്. പമ്പയിൽ എനിക്കൊരു മുണ്ടും ഷർട്ടും ഞാൻ കഴുകി വൃത്തിയാക്കി കെട്ടിൽ വെച്ച് ബാഗിൽ വെച്ചിട്ടുണ്ടാവും. അത് പമ്പയിൽ നിന്ന് കുളിച്ച് ഞാൻ അത് ഇട്ടിട്ടാണ് അയ്യപ്പനെ കാണാൻ കയറാറുള്ളൂ. ഇന്ന് വരെ അങ്ങനെ കയറിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് അത് വിഷമായി. നമ്മൾ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് നടന്നു പോകണതാ. അപ്പൊ അങ്ങനെ പറയുമ്പോ ഫീലായി. അതെ, കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ നെഗറ്റീവ് വരുമ്പോഴത്തേക്കാണ്. അതെ, പിന്നെ ആൾക്കാർ കുറെ പേര് എന്തെങ്കിലുമൊക്കെ ഫോണും കൈ പിടിച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ പറയാം. ആൾക്കാര് എന്തെങ്കിലുമൊക്കെ പറയണം, എന്ത് പറയാം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കുറെ പേര്. ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ അഫക്ട് ചെയ്യാറുണ്ടോ ശരിക്കും പറഞ്ഞാൽ? ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാറില്ല. എന്തിനാ വെറുതെ നമ്മുടെ എനർജി വെറുതെ കളയണ.
എവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നവര് പറഞ്ഞോട്ടെ, നമ്മളെ ശരീരത്തിൽ ഏൽക്കണില്ല. അന്ന് ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ പറയുമ്പോൾ തിരിച്ചു കൊടുക്കും മറുപടി. അല്ലാണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ബാഡ് കമന്റ് വരവ് കുറവാ, അങ്ങനെ വരാറില്ല, കുറവാണ്. ഇങ്ങനെ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ അതും അപ്പൊ പെട്ടെന്ന് വിഷമാവും അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അല്ലാതെ നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ അതിലൊരു ബാഡ് കമന്റ് ഒന്നും നമ്മളത് റിമൂവ് ചെയ്ത് പോകും, അല്ലെങ്കിൽ അത് വിഷയാക്കില്ല. മനഃപൂർവ്വം കുത്താൻ വേണ്ടിട്ട് വരുന്ന ആളുകളുണ്ടോ? അങ്ങനെയില്ല, അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ഇല്ല. ഇല്ല, ഇടയ്ക്ക് വല്ല കമന്റോളി കൂടെ ഒക്കെ പറയുന്നല്ലാണ്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന പറയുന്ന അങ്ങനെയൊന്നും ഇല്ല. ഇല്ല. നമ്മളൊരു മറ്റേ പോസിറ്റീവ് എൻവയോൺമെന്റിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലാലേട്ടൻ പറഞ്ഞ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് എന്താന്നറിയില്ല. അടിപൊളി. അപ്പൊ ഇനി എന്തൊക്കെയാ സിനിമ അല്ലാണ്ട് വേറെ നെക്സ്റ്റ് പ്ലാൻസ് എന്തൊക്കെയാണ്? അതന്നെ ഉള്ളു മെയിൻ ആയിട്ട്. പിന്നെ ഒരു കുഴപ്പമില്ലാണ്ട് അല്ലാണ്ട് ഒരു 10-95-100 വയസ്സിൽ ജീവിക്കണം. കുറച്ച് വളരെ കുറച്ച് നാള്. അടിപൊളി. ലച്ചുവിന്റെ നെക്സ്റ്റ് ഡ്രീംസ് ഒക്കെ എന്തൊക്കെയാ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡ്രീം ഒന്നും ഇല്ല. എടപ്പള്ളിയുടെ ലുലുവിന്റെ അടുത്തൊരു കുഞ്ഞു ഒരു 5 സെന്റ് സ്ഥലം മേടിക്കണം. ഇടയ്ക്കിടയ്ക്ക് രാവിലെ നേരത്തെ ലുലുവിൽ പോകണം, കറങ്ങി അടിച്ച് തിരിച്ചു വരണം. അത് കഴിഞ്ഞ് ചായ കുടിച്ച് ഒരു 10 മണിയാകുമ്പോൾ വീണ്ടും പോകണം. അതാണ് അവളുടെ ആഗ്രഹം. എനിക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ എനിക്ക് കുറെ ഡ്രീംസ് കാണാൻ അങ്ങനെയൊന്നും ഇല്ല. നമ്മളെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് അത് സക്സസ് ആക്കാൻ വേണ്ടിട്ട് അങ്ങനെ നോക്കുക. കൊറേ ഡ്രീം കാണുന്നില്ല. ഇപ്പൊ മെയിൻ ആയിട്ട് വീട് എന്നുള്ള ഒരു സ്വപ്നത്തിന്റെ പുറകെയാണ് ഞങ്ങള്. അത് തന്നെയാണ് ഇപ്പോഴത്തെ മെയിൻ ഡ്രീം. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി എന്തുള്ളൂ. അപ്പൊ എന്തായാലും മെയിൻ ആയിട്ട് വേണ്ടത്. അതെ. അപ്പൊ എന്തായാലും വീട് പണിയൊക്കെ പെട്ടെന്ന് നടക്കട്ടെ. 4-കെട്ടൊക്കെ ആകുമ്പോ നമ്മളെ വിളിക്കുവോ കാണാനായിട്ട്? 4-കെട്ട് കാണാനായിട്ട്. അപ്പൊ എന്തായാലും 4-കെട്ടാണ് ആഗ്രഹം. നമ്മുടെ ബഡ്ജറ്റ് പോലെ എങ്ങനെയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് 4-കെട്ടൊക്കെ വെക്കാലോ അല്ലേ? അല്ലേ, വെക്കാൻ പറ്റൂലേ? വെക്കണം. അതെ അതെ. അപ്പൊ എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.